ലോക്സഭയിൽ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കുംഭമേളയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി പോലും അർപ്പിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കുംഭമേളയെക്കുറിച്ച് പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചതിനു പിന്നാലെയാണ് രാഹുൽ ആഞ്ഞടിച്ചത്. മഹാകുംഭമേള പ്രധാന നാഴികക്കല്ലാണെന്നും ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ചോദ്യം ചെയ്തവർക്കുള്ള ഉത്തമ മറുപടിയാണ് കുംഭമേളയുടെ വിജയമെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഇതിനു പിന്നാലെ നടുത്തളത്തിൽ ഇറങ്ങി വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം തീർത്തത്. സ്പീക്കർ അംഗങ്ങളോട് പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നേതാക്കൾ തയ്യാറായില്ല. ഇതോടെ സഭ അല്പം നേരത്തേക്ക് പിരിഞ്ഞു. പിന്നാലെയാണ് മോദിയുടെ പരാമർശത്തിനെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു. കുംഭമേള നമ്മുടെ ചരിത്രവും സംസ്കാരവുമാണ്. ഞങ്ങളുടെ ഏക പരാതി കുംഭമേള ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നതാണ്. ഒരു കാര്യം കൂടി അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. കുംഭമേളയിൽ പങ്കെടുത്ത യുവാക്കൾ അദ്ദേഹത്തിൽ നിന്നും ഒരു കാര്യം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിലാണത്. നമ്മുടെ ജനാധിപത്യ ഘടന അനുസരിച്ച് മഹാകുംഭമേളയെ കുറിച്ച് ലോക്സഭ പ്രതിപക്ഷ നേതാവിനൊക്കെ സംസാരിക്കാനുള്ള സമയം ലഭിക്കണം. എന്നാൽ അതിനവർ നമ്മളെ അനുവദിക്കില്ല. ഇതാണ് പുതിയ ഇന്ത്യ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി എംപിയും ചൂണ്ടിക്കാട്ടി. മഹാകുംഭമേളയെ കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷത്തിനും അവസരം നൽകണം. ഞങ്ങൾക്കും കുംഭമേളയോട് വികാരമുണ്ട്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവരെ ബാധിക്കേണ്ടതില്ല എന്നും പ്രിയങ്ക ഗാന്ധി എടുത്തു പറഞ്ഞു. അതിനിടെ ലോക്സഭയിൽ മഹാകുംഭമേളയെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചതിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും സംശയം പ്രകടിപ്പിച്ചു. യാതൊരു അറിയിപ്പുമില്ലാതെ സഭയെ അറിയിക്കാതെ കുംഭമേളയെക്കുറിച്ച് പ്രസ്താവന. എന്താണ് ഇതിനു പിന്നിലെ രഹസ്യമെന്നാണ് കെ.സി. വേണുഗോപാൽ ചോദിച്ചത്. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബി.ജെ.പി. രംഗത്തെത്തി. സഭയുടെ നിയമങ്ങൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അറിയില്ലെന്നും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ മറ്റാർക്കും സംസാരിക്കാൻ അധികാരമില്ലെന്നും മന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. അതേസമയം ലോക്സഭയിൽ മഹാകുംഭമേളയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ മഹത്വം എന്തെന്ന് ലോകത്തിന് കുംഭമേള കാണിച്ചു കൊടുത്തു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ. കൂട്ടായ പരിശ്രമം എന്നതിന്റെ ആത്മാവ് എങ്ങനെയെന്ന് അതിലൂടെ മനസ്സിലായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയുടെ വൻ വിജയത്തിനു പിന്നാലെയാണ് അദ്ദേഹം പുകഴ്ത്തലുമായി രംഗത്ത് വന്നത്. മഹാകുംഭമേള വിജയകരമായി നടത്താൻ സഹായിച്ച രാജ്യത്തെ ജനങ്ങളെ ഇന്ന് ഈ സഭയിലൂടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. മഹാകുംഭമേളയുടെ വിജയത്തിൽ നിരവധി പേർക്ക് പങ്കുണ്ട്. ഗവൺമെന്റിലെയും സമൂഹത്തിലെയും എല്ലാ കർമ്മയോഗികൾക്കും ഞാൻ നന്ദി പറയുന്നുവെന്ന് ലോക്സഭയെ അഭിസംബോധന ചെയ്യവേ മോദി പറഞ്ഞു. മഹാകുംഭമേളയിൽ ഒരു ദേശീയ ഉണർവ് കാണാൻ കഴിഞ്ഞു. അത് പുതിയ നേട്ടങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. നമ്മുടെ ശക്തിയെ സംശയിക്കുന്നവർക്ക് ഉചിതമായ മറുപടിയാണ് ഇതിലൂടെ നൽകിയത്. മഹാകുംഭമേള സംഘടിപ്പിക്കാൻ എടുത്ത മഹത്തായ പരിശ്രമത്തിന് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നുവെന്നും മോദി പറയുകയുണ്ടായി. എല്ലാവരുടെയും പ്രയത്നത്തിന്റെ പ്രാധാന്യം താൻ ചെങ്കോട്ടയിൽ പറഞ്ഞിരുന്നുവെന്നും കുംഭമേള ജലസംരക്ഷണമെന്ന ആശയത്തിന്റെ സന്ദേശം കൂടി നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി സഭയിൽ എടുത്തു പറഞ്ഞു. കുംഭമേളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാം നാഡി ഉത്സവ് വികസിപ്പിക്കണം. ഇത് പുതിയ തലമുറയ്ക്ക് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇത്തരം വീമ്പു പറച്ചിലിനാണ് മോദിക്ക് രാഹുൽ തക്ക മറുപടി നൽകിയത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയായിരുന്നു മഹാകുംഭമേള നടന്നത്. ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുള്ള AI ക്യാമറകൾ തുടങ്ങിയ അത്ഭുതപൂർവമായ സുരക്ഷാ നടപടികൾ ഈ മഹത്തായ മേളയുടെ ഭാഗമായി ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇവിടേക്കാണ് കോടിക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തിയത്.